കുട്ടനാടിന്റെ ഉൾഭാഗത്തുകൂടി നിങ്ങൾക്ക് സഞ്ചരിക്കണമെന്ന ആഗ്രഹമുണ്ടോ? ഒരു ബോട്ട് യാത്ര വളരെ തുച്ഛമായിട്ടുള്ള നിരക്കിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാം. കൈനഗിരിയിൽ നിന്നും വേണാട്ടുകാട് എന്ന സ്ഥലത്തേക്ക് പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത്. പോകുന്ന വഴിയിൽ നിരവധി തുരുത്തുകൾ കാണാം. ദാ ഇതുപോലെ ഇവിടേക്ക് എത്തിച്ചേരാനായി ദാ ഈ കാണുന്ന കൈനഗിരി ബോട്ട് ജെട്ടിയിൽ ആദ്യം എത്തുക. കണ്ടില്ലേ, അങ്ങ് ദൂരത്ത് നിന്ന് ബസ് വരുന്നത്. ബസ് സർവീസുകൾ ഇവിടെ ലഭ്യമാണ്. ഈ ബസ്സിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ദാ ഈ കാണുന്ന ബോട്ടിൽ നിങ്ങൾക്ക് സുഖകരമായി ഈ റൂട്ടിലൂടെ സഞ്ചരിക്കാം. കൂടാതെ സ്വന്തം വണ്ടിയിൽ ആണ് വരുന്നതെങ്കിൽ ദാ ആ കാണുന്ന വലിയ കെട്ടിടം പാർക്കിംഗ് ആണ്. അവിടെ കാറുകളൊക്കെ കിടക്കുന്ന കണ്ടില്ലേ, അവിടെ നമുക്ക് സുഖകരമായി നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാം. ഇവിടുന്ന് വേണാട്ടുകാട് എന്ന സ്ഥലത്തേക്ക് പോകുന്ന ബോട്ടിലേക്കാണ് കയറേണ്ടത്. ബോട്ട് കുറച്ചു ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ ദാ ഈ കാണുന്ന ചെറിയ കനാലിലേക്ക് കയറും. പിന്നെ കാണുന്ന കാഴ്ചകൾ ദാ ഇതാണ്. ഇരുഭാഗത്തും പച്ച പണിഞ്ഞു നിൽക്കുന്ന ഗ്രാമീണ ഭംഗി കണ്ടില്ലേ, എന്ത് മനോഹരമാണല്ലേ ഈ ഒരു ലുക്ക്. ചുറ്റും വീടുകളും പച്ചപ്പും തെങ്ങുകളും ഒക്കെ നിറഞ്ഞ ഈ ഒരു പാത. ഈ ഒരു റൂട്ടിലൂടെ നമുക്ക് നടന്നും വേണമെങ്കിൽ പോകാം. കനാലിന്റെ തൊട്ട് സൈഡിലുള്ള വഴിയിലൂടെ നമുക്ക് നടന്നും ഈ റൂട്ടിലൂടെ സഞ്ചരിക്കാം. ഈ റൂട്ട് നേരെ ചെല്ലുന്നത് വേണാട്ടുകാട് എന്ന സ്ഥലത്തേക്കാണ്. അത്യാവശ്യം ബോട്ട് സർവീസുകളൊക്കെ ഉള്ള റൂട്ട് കൂടിയാണിത്. ഈ ഒരു കൈനഗിരി ബോട്ട് ജെട്ടിയിൽ നിന്നും ഏകദേശം 8 രൂപ നിരക്കിലാണ് നമുക്ക് ഈ റൂട്ടിലൂടെയൊക്കെ സഞ്ചരിക്കാൻ സാധിക്കുന്നത്. കുട്ടനാടിന്റെ ഗ്രാമീണ ഭംഗി ഒക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള തനി ഗ്രാമീണ വില്ലേജ് ട്രിപ്പാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, എന്ത് മനോഹരമാണല്ലേ ഈ ഒരു പാത. ആ ബോട്ട് ആ ബ്രിഡ്ജിനടിയിൽ കൂടെ പോകുന്നതൊക്കെ കണ്ടില്ലേ. തനി ഗ്രാമീണ പ്രദേശമാണിത്. നിരവധി കുട്ടനാടിനെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമകളിൽ കാണിച്ചിട്ടുള്ള പ്രദേശങ്ങളുമാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ഒരു ബോട്ട് ജെട്ടിയാണ്. ഈ ബോട്ട് ജെട്ടിക്ക് തൊട്ടടുത്തായിട്ട് ഒരു മനോഹരമായ പള്ളിയുമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുന്നതും ഒരു വലിയ വട്ടക്കായലിലേക്കാണ്. നിരവധി റിസോർട്ടുകളൊക്കെ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ. എങ്കിൽ തന്നെയും ഒത്തിരി ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ശാന്തമായ പ്രദേശമാണിത്. ആ വെള്ളത്തിൽ കാണുന്ന റെക്റ്റാങ്കിൾ ഷേപ്പ് ഐറ്റംസ് ഒക്കെ മീൻ വളത്തലാണ്. ഇവിടുത്തെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗം മീൻ വളത്തലും കൃഷിയുമാണ്. ഇപ്പോൾ ബോട്ട് നേരെ ചെന്നുകൊണ്ടിരിക്കുന്നത് ഒരു പള്ളിയുടെ ബോട്ട് ജെട്ടിയിലേക്കാണ്. കണ്ടില്ലേ, കുട്ടനാടിന്റെ തനി ഗ്രാമീണ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. സിനിമകളിലൊക്കെ കാണുന്ന പോലുള്ള ഒരു സീനറി അല്ലേ, എന്ത് മനോഹരമാണല്ലേ ഈ ഒരു സ്ഥലം. ഇവിടെ നിന്നൊക്കെ ആളുകൾ കയറാൻ വേണ്ടി ബോട്ട് ജെട്ടിയിൽ ഇരിപ്പുണ്ട്. അങ്ങനെ ബോട്ട് ഇതാ ബോട്ട് ജെട്ടിയിലേക്ക് അടുക്കുകയാണ്. ഈ റൂട്ട് നിങ്ങൾക്ക് ബോട്ടിലല്ലാതെ, സർക്കാർ ബോട്ടിലല്ലാതെ ഷിക്കാര വള്ളത്തിലും വരാവുന്നതാണ്. ഷിക്കാര വള്ളത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ ഇറക്കിയൊക്കെ ആയിരിക്കും കാഴ്ചകളൊക്കെ കാണിച്ച് ഫോട്ടോ ഒക്കെ എടുത്തായിരിക്കും പോകുന്നത്. ഈ ബോട്ടിലാണ് വരുന്നതെങ്കിൽ ബോട്ട് ജെട്ടിയിൽ വന്നിറങ്ങി അവിടെ നിന്ന് നിങ്ങൾ നടന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെട്ട് കാഴ്ചകളൊക്കെ കാണാം. ബോട്ടിൽ വരുമ്പോഴുള്ള ഏറ്റവും മിനിമം ചാർജാണ് 8 രൂപ. ഇത് വേണാട്ടുകാട് വരെ പോകുന്നതിനാണ് ചാർജ് കൈനഗിരിയിൽ നിന്നും. അവിടെ നിന്ന് ബോട്ടുണ്ട് തിരിച്ച് കൈനഗിരിക്ക്. കൂടാതെ വേണാട്ടുകാട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് വേണമെങ്കിൽ ഉച്ചക്കത്തെ ഊണുമൊക്കെ കഴിക്കാൻ സാധിക്കും. കഴിവതും അതിരാവിലെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഇവിടെ സന്ദർശിക്കാൻ ശ്രമിക്കുക. താങ്ക്